വന്നിരിക്കുന്നത് ഒരുപാട് നാളുകളായിട്ട് എന്നോട് കുറേ പേര് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസിനുള്ള ആൻസറുകളുമായിട്ടാണ്. ഞാൻ ഇറ്റലിയിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് സ്റ്റുഡൻറ്റ് വിസ എന്നുള്ള ഇതിൽ കുറേ പേര് നാട്ടിൽ നിന്ന് ഇറ്റലിയിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരായ ആളുകളൊക്കെ എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഇറ്റലിയിൽ സ്റ്റുഡൻറ്റ് വിസ ഉണ്ടോ, എന്തൊക്കെ കോഴ്സുകളാണ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് നടത്തുന്നത്, ഏജൻസി വഴിയാണോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് വഴി മാത്രമാണോ വരാൻ പറ്റത്തുള്ളൂ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആക്ച്വലി എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല. കാരണം എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് ആണല്ലോ. അപ്പോൾ അതെനിക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്റ്റുഡൻറ്റ് വിസയിൽ ഇറ്റലിയിൽ വന്ന് ഇവിടെ ഇപ്പോൾ പ്രസൻ്റ്ലി കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കൂട്ടുകാരെയാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഇത് ഡേവിഡാണ്, ജോബിഷ്, രശ്മി, ഷീസ് ഫ്രം ബാംഗ്ലൂർ. അതായത് നമ്മളിപ്പോൾ സ്റ്റുഡൻറ്റ് വിസ എന്നൊക്കെ കേൾക്കുമ്പം നമ്മൾ സാധാരണ കാനഡ, ഓസ്ട്രേലിയ അങ്ങനെയൊക്കെ വരുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇറ്റലി എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്? ഞാനിങ്ങനെ നമ്മുടെ പത്രത്തിൽ കണ്ടാണ് കോൺടാക്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളി അത് രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ പോയി കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പം അതുപോലെ തന്നെ റൂമിൽ എൻ്റെ ഒരു കസിൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പം ചേട്ടനെ വിളിച്ച് ചോദിച്ചു. അപ്പം അങ്ങനെ അന്വേഷിച്ചപ്പം ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നല്ലൊരു മാസ്റ്റേഴ്സ് എടുക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം അതെൻ്റെ കരിയറിന് നല്ലൊരു ഗുണം ചെയ്യുന്ന മനസ്സിലായതുകൊണ്ട് ഞാൻ ഇറ്റലി ചൂസ് ചെയ്തു. അപ്പം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അഡ്മിഷൻ കിട്ടി. അതിൻ്റെ വിസ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതും പാസ്സായി. അങ്ങനെ ഇറ്റലിയിൽ എത്തുകയാണ് ചെയ്തത്. അപ്പം മറ്റുള്ള കൺട്രീസിനെ അപേക്ഷിച്ച് ഇറ്റലിയിൽ പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കൂടുതൽ ബെനിഫിറ്റ്സ്, അതായത് ഇപ്പം പേയ്മെന്റിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നിയിട്ടുണ്ട്? പേയ്മെന്റിന്റെ ഒരു ബെനിഫിറ്റ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. അതായത് പൈസ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലൊരു വലിയ യൂണിവേഴ്സിറ്റി നമ്മൾ പഠിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ രാജഗിരി, അതുപോലെ തന്നെ IIM പഠിക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് എന്തായാലും ഇവിടെ കിട്ടും. അത് കൂടിയാലേ ഉള്ളൂ, കുറഞ്ഞു പോകത്തില്ല. അപ്പം ആ ഒരു ഫീസ് സ്ട്രക്ചർ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. IIM ഏകദേശം ഈ ഒരു I think it will cost you more if you're studying in IIM and IIT. The main advantage what we get here is we don't have scholarship. Because we have scholarship, we don't have much of university pay. That is one of our advantage. And the other advantage is cost of living compared to all other places are little bit less. And certain regions like Bergamo, it's little difficult, but certain other regions, it's not very difficult for you to get odd jobs, which is very much required for any students during their student life. So I think compared to all of this is the advantage that you get studying in Italy, because you won't have tuition. You just have to pay tuition fee, that is government fee, you can also say, that is 156 euros. But apart from that, there's not much if you have good credits that you have to pay to the university. Again, you have scholarship systems. Every university will have their different scholarship systems. But what happens in Uni PG is we have two different kinds of scholarship, where the person who's staying outside will also given extra money for their accommodation as well. It will be covered in the scholarship. So I think 3,000, almost we get around 4,400 euros if you're staying outside university residence. And overall your whole yearly expenses will be within that. Even if you're paying rent and everything, it will be within that. Yeah, it will be within that. So that from where you can save money. But when it comes to other universities like universities in London, Canada, Australia and all, you will have to pay fee. And again, it will be a financial burden for you if you don't get proper jobs there. Your job opportunities comparatively is very much required. Only Italian is very much required if you have to get into a job here. But apart from that, cost of living is very affordable for any of our Indian students, or I think any other country as well. And the level of education that we receive here is not less than any IIT and IIMs in India. And I think even in India you would pay the double amount what you're paying here. When it comes to fee structure and any other thing, I think we would pay double.
overall, if you're staying, I for example stayed in separate accommodation for first year and in university accommodation. When I was staying separate in private accommodation, I had got 4,400 euros, which is in 2 installments. First installment in December, that would be 900, and next installment would be in June, July if you have completed your credits. So, and your per month expense would come up to around 20 to 30 euros, maximum 50 euros. So I think it would be the same if you're studying in India as well. You will minimum spend so much on your monthly basis. So that is what I feel. ഓക്കെ. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനായിട്ട് നമ്മളൊരു മാസ്റ്റേഴ്സ് എടുക്കാനായിട്ട് പഠിക്കാനുള്ള ആത്മാർത്ഥതയോടെ വരുന്ന ഒരാൾക്ക് ഇതെന്തായാലും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് മാത്രമേ മാറത്തുള്ളൂ. കാരണം അവരുടെ കരിയറിന് ഇത് അത്രയും നല്ല ഫലപ്രദമായിട്ട് ഗുണം ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ചാടാൻ വരുന്നത് ഒരാളെ സംബന്ധിച്ച് സ്കോളർഷിപ്പ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ക്രെഡിറ്റ് അച്ചീവ് നമ്മളായില്ലെന്നുണ്ടെങ്കിൽ അവർ സ്കോളർഷിപ്പ് ഫണ്ട് തരത്തിൽ നമ്മൾ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റി ബാക്കിയുള്ള കൺട്രീസിനെ വെച്ച് അപ്ലൈ നോക്കുമ്പോൾ തീർത്തും കുറവാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ലാംഗ്വേജ് ശരിക്കും ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഇവിടെ നമ്മളൊരു പോലീസുകാരനോട് ഇന്ന് ചോദിച്ചാൽ പോലും ഇംഗ്ലീഷ് പറയണമെങ്കിൽ ഭയങ്കര പാടാണ്. അവർക്ക് അറിയത്തില്ല. അവരിപ്പോഴാണ് ഇത് ഇംഗ്ലീഷ് വേണം എന്നുള്ള ഒരു ചിന്തയിലോട്ട് വന്നെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഈ ലാംഗ്വേജ് പഠിച്ച് പാസ്സായെങ്കിൽ മാത്രം നമുക്ക് ഇവിടെ ഒരു കാര്യം പറഞ്ഞ് ഇവിടെ എല്ലാ ബിഗ് കമ്പനീസും ഇവിടെ ഉണ്ട്. കാറുകളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ ബിഗ് ടോപ്പ് മോസ്റ്റ് കമ്പനീസും ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെ ഒരു ജോലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് കമ്പൽസറി ആണ്. ഒരു ചെറിയ സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു പാർട്ട് ടൈം ജോലി ആണെങ്കിൽ പോലും ഇതുപോലെ തന്നെ ലാംഗ്വേജ് നമ്മളെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ഇറ്റലിയിൽ തന്നെ ഏറ്റവും നല്ല ഒരു സ്ഥലം, ലൊംബാർദി റീജിയനിൽ മിലാൻ എടുത്ത് ബെർഗാമോ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇതിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഏരിയ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അത്രയും നല്ലൊരു എക്സ്പീരിയൻസും നേച്ചറായിട്ടാണെങ്കിലും നമ്മുടെ ക്ലീനായിട്ട് കിടക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇറ്റലിയിൽ തന്നെ ടോപ്പ് മോസ്റ്റ് പാർട്ടിലൊന്നാണ്. അപ്പം ഇവിടെ ഇച്ചിരി എക്സ്പെൻസ് കൂടുതലാണ്. അതേസമയം സൗത്തേൺ ഇറ്റലിയിലോട്ട് പോകും തോറും എക്സ്പെൻസ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. നല്ല രീതിയിൽ എക്സ്പെൻസ് കുറവുണ്ട്. കാരണം ഇവിടെ 280 ലക്ഷ്മി പറഞ്ഞു 280 യൂറോ നമ്മൾ മാസം റെന്റിന് പേ ചെയ്തു യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ പുറത്തെടുത്തപ്പം ഹോസ്റ്റലല്ലാതെ. പക്ഷെ അതേസമയം നമ്മുടെ സൗത്തേൺ ഇറ്റലിയിലോട്ട് റോമിലോട്ടൊക്കെ ചെന്നാൽ ഈ 280 എന്നുള്ളത് 180 ആകും, 150 ആകും, 150 യൂറോ പെർ മന്ത് ആകും. അതുപോലെ തന്നെ കുറഞ്ഞിരിക്കും. ഇതുപോലെ തന്നെയാണ് ഫുഡിൻ്റെ കേസ് വരുമ്പോഴും. ഇതുപോലെ നമ്മൾ ഇവിടെ കൊടുക്കുന്നതിനേക്കാൾ എമൗണ്ട് കുറഞ്ഞേ വരത്തുള്ളൂ, ഒരിക്കലും കൂടുതൽ വരത്തില്ല. അപ്പോൾ ഈ ഒരു റീജിയൻ്റെ ആ ഒരു ബിസിനസ് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവിടെ ഇത്രയും എക്സ്പെൻസ് വരുന്നത്. പക്ഷെ നമുക്ക് ഈ സ്കോളർഷിപ്പ് നമ്മളിവിടെ വന്ന് പഠിക്കാൻ വേണ്ടി പഠിച്ച് നമ്മൾ പാസ്സാകുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പും കിട്ടും. നമുക്ക് നമ്മുടെ കോഴ്സും കംപ്ലീറ്റ് ചെയ്യാം. ഭയങ്കര ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് അധികം പണിയെടുക്കേണ്ട ആവശ്യമില്ല. കാരണം സ്കോളർഷിപ്പ് കിട്ടുവാണെങ്കിൽ നമുക്ക് നമ്മുടെ എക്സ്പെൻസ് അത് മീറ്റ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ പഠിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണല്ലോ. നമ്മുടെ ജോലിക്കൊന്നും പോയിട്ടല്ലോ നമ്മൾ ആൾക്കാർ കൂടുതലും പഠിക്കുന്നത്. പക്ഷേ നമ്മൾ ഫീസ് പേ ചെയ്യുകയും ചെയ്യണം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇവർ ഫീസ് നമുക്ക് അടയ്ക്കാതെ തന്നെ നമുക്ക് കുറച്ച് എമൗണ്ട് നമ്മുടെ ഇവിടെ നമുക്കൊന്ന് കറങ്ങാനോ അടിച്ചു പൊളിക്കാനുള്ള എമൗണ്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലും അനുസരിച്ചിരിക്കും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇവിടെ ജീവിക്കാം. ഹൈ ഇതായിട്ട് ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കാം, ലോ ഇതായിട്ട് ജീവിക്കണം. അപ്പം ലോ ഇതായിട്ട് ജീവിക്കാൻ നമുക്ക് കുറച്ച് സേവിങ്സും കൂടെ നമുക്ക് ആ ഫണ്ടിൽ നിന്ന് ഉണ്ടാക്കാനും പറ്റും നമ്മുടെ ജീവിത രീതി വെച്ചിട്ട്. അങ്ങനെയാണ് ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എത്ര വർഷത്തെ കോഴ്സാണ് ഇപ്പോൾ? മാസ്റ്റേഴ്സ് എല്ലാം തന്നെ 2 വർഷമാണ് ഇവിടെ. പക്ഷേ നമുക്ക് 5 വർഷമാണ് ഇവർ തരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. 5 വർഷം നമുക്ക് ടൈമുണ്ട്. ഈ 5 വർഷത്തിനുള്ളിൽ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി. അതാണ് ഇവരുടെ സിസ്റ്റം. പക്ഷെ സ്കോളർഷിപ്പ് നമുക്ക് 2 വർഷത്തേനേ കിട്ടത്തുള്ളൂ, അതിൽ കൂടുതൽ കിട്ടത്തില്ല. 5 വർഷത്തേക്ക് വിസയുടെ കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാ വർഷവും പറ്റും. ഇപ്പം ഞാൻ 3ാമത്തെ വർഷം ഞാൻ ഗ്രാജുവേഷൻ നടത്തി എന്ന് വിചാരിക്കുക. എൻ്റെ ഇവിടുത്തെ അത് കഴിയുമ്പോൾ നമുക്ക് 1 വർഷം കൂടെ ആയിരിക്കും വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ജോബ് സെർച്ചിങ് വിസ എന്ന് പറയുന്ന വിസ. ഗ്രാജുവേഷൻ നടത്തിയിരുന്നുണ്ടെങ്കിൽ ഈ 5 വർഷം വരെ നമുക്ക് സ്റ്റുഡന്റ് വിസ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. നമ്മൾ എന്ന് ഗ്രാജുവേഷൻ കഴിയുന്നു അത് കഴിഞ്ഞ് 1 ഇയർ കൂടെയാണ് നമുക്ക് നമ്മുടെ ഈ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, ജോബ് സെർച്ചിങ് വിസ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് കോഴ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ക്യാമ്പസ് ഇന്റർവ്യൂ പ്ലേസ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അവിടെയുള്ള പ്രശ്നം നമുക്ക് ഇറ്റാലിയൻ ലാംഗ്വേജ്. കാരണം എല്ലാം ഒരു 2-3 മാസം കൂടുമ്പോൾ തന്നെ ബിഗ് കമ്പനീസ് എല്ലാം നമ്മുടെ ഇവിടെ ക്യാമ്പസ് കരിയർ ഡേ എന്ന് പറഞ്ഞ ഡേ തന്നെയുണ്ട്. അതിന് കമ്പനീസ് വരുന്നുണ്ട്. അവർ നമ്മുടെ പ്രൊഫൈൽ നമുക്ക് സബ്മിറ്റ് ചെയ്യും. പക്ഷെ ഇവരെല്ലാവരും മുമ്പോട്ട് വന്നു. എനിക്ക് ഇറ്റാലിയൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു കസ്റ്റമറിനെ അല്ലെങ്കിൽ ഒരു ക്ലയൻസിനോട് നമ്മൾ സംസാരിക്കുക അവർ നമ്മളോട് ചോദിക്കുക. അപ്പം നിങ്ങളൊന്ന് ഇറ്റാലിയൻ പഠിക്കാനാണ് പറയുന്നത്. അപ്പോൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 100% ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇറ്റാലിയൻ അറിയാമെങ്കിൽ. എന്തായാലും ഇറ്റാലിയൻ അറിയാവുന്ന ഒരാൾ ഇവിടെ വന്നിട്ട് ഈ എഡ്യൂക്കേഷൻ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി ഇല്ലാതെ പോകത്തില്ല. 100% ഉറപ്പാണ്. മാക്സിമം ഇറ്റാലിയൻ കൂടെ പഠിക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നല്ലൊരു
ബെനിഫിറ്റ് ഉണ്ടാകും. നല്ലൊരു ശമ്പളത്തിൽ തന്നെ ജോലിക്ക് കയറാനും പറ്റും. ഇതുപോലെയുള്ള കോഴ്സുകൾ യൂണിവേഴ്സിറ്റീസിൽ പഠിച്ച് കരിയർ ഡേയിലൊക്കെ മിക്ക കമ്പനീസും വരുന്നുണ്ട്. ഞങ്ങളുടെ ഇപ്പോൾ ഇവിടെ കരിയർ ഡേ, KPMG, ഡിലോയിറ്റ്, EY, PwC അങ്ങനെയുള്ള ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, ഇറ്റാലിയൻ ഫ്രണ്ട്സ്, അവരെല്ലാവരും തന്നെ പ്ലേസ്ഡ് ആയിരിക്കുന്ന KPMG, PwC, ഡിലോയിറ്റ് അങ്ങനെയുള്ള ടോപ്പ് മോസ്റ്റ് കമ്പനീസിലാണ്. അപ്പോൾ ഞാൻ ലാംഗ്വേജിന്റെ പ്രോബ്ലം ഇല്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, അവർ പറയുന്നു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷെ ലാംഗ്വേജ് പഠിക്കണം. ലാംഗ്വേജിന് സർട്ടിഫിക്കറ്റ് വേണം. നമ്മുടെ A1 ഈ നമ്മുടെ ജർമ്മൻ പോലെ തന്നെ A1, A2, B1, B2 അറ്റ്ലീസ്റ്റ് ഒരു A2 ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത അത്രത്തോളം കൂടുതലാണ്. അതാണ് ഇവിടെയുള്ള ഒരു ഇതെന്ന് പറഞ്ഞത്. ഡേവിഡ് ഇവർ ചെയ്യുന്ന സെയിം കോഴ്സ് തന്നെയാണ് ചെയ്യുന്നത്? അല്ല, എന്റെ കോഴ്സ് ഡിഫറെന്റ് ആണ്. എന്റെ ഇന്റർനാഷണൽ മാനേജ്മെന്റ് ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ട് MBA തന്നെ ഒരു ഡിഫറെന്റ് വേർഷൻ ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമേ UK ആയിരുന്നു പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വരാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു 2 year കോഴ്സ് അവിടെ പോയി UK പോയി ചെയ്തിട്ട് ചെയ്യുന്നതിന് ഏകദേശം ഒരു 17 ലക്ഷം രൂപ അടുത്ത് എക്സ്പെൻസ് ഉണ്ട്. സോ നമ്മൾ അത്രയും പൈസ സ്പെൻഡ് ചെയ്ത് അവിടെ നിൽക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. UK ആയിരുന്നു ഏറ്റവും പ്രിഫർഡ് ആയിട്ടുള്ള സ്ഥലം. പിന്നെ അടുത്ത് വന്നത് കാനഡ ആയിരുന്നു. അവിടെ ഇത്രയും എക്സ്പെൻസ് ഉണ്ട്. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ, പിന്നെ കാനഡയെ കുറിച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആരും അങ്ങനെ ഒരു ബെറ്റർ ഒരു ഇത് പറയാത്തത് കൊണ്ട് പിന്നെ വന്നൊരു ഇതാണ് ഇറ്റലി എന്ന് പറയുന്നത്, യൂറോപ്പിലേക്ക് ട്രൈ ചെയ്യാന്നുള്ളത്. അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ ബാരിയറായിട്ട് പറഞ്ഞത് ലാംഗ്വേജ് തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്പിലേക്ക് ഒരു എക്സ്പോഷറും പിന്നെ ഫ്രീ ആയിട്ടൊരു എഡ്യൂക്കേഷനും ആണ് ഒരാൾ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുകളുടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഒന്നാണ് ഇറ്റലി എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ കൺട്രി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒത്തിരി ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ ശരിക്കും നമ്മൾ നാട്ടിൽ നിന്നിട്ട് നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ വന്നു പോകുന്ന സ്ഥലങ്ങളിലാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. സോ അത് ശരിക്കും വളരെ എക്സൈറ്റിംഗ് ആയിട്ടൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രാവൽ എക്സ്പെൻസും പിന്നെ 1-2 നമുക്ക് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പെൻസും അല്ലാതെ വേറെ എക്സ്പെൻസുകൾ അധികം വരുന്നില്ല. ഒന്നാമത്തെ കാര്യം ഫീസ് ഇല്ല. രണ്ടാമത്തെ കാര്യം നമുക്കൊരു 1 ടൈം മീല് ഇവിടെ നിന്ന് യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. പിന്നെ നമുക്ക് അക്കോമഡേഷനും നമ്മുടെ ലിവിംഗ് കോസ്റ്റും യൂണിവേഴ്സിറ്റി കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ജോബിഷ് പറഞ്ഞ പോലെ നമ്മളൊരു മാന്യമായ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പൈസ കൊണ്ട്, വീട്ടിൽ നിന്ന് പൈസ മേടിക്കാതെ ആ പൈസ കൊണ്ട് ഈ കാര്യങ്ങൾ കവർ ചെയ്ത് പോകാൻ പറ്റും. സോ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് പഠിച്ചു പോകാന്നുള്ളൂ. ലാംഗ്വേജ് നല്ലപോലെ പഠിക്കുക, ഇവിടെ തന്നെ ജോലി ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഷെങ്കൻ വിസയാണ് വരുന്നത്. സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത കൺട്രീസിലുള്ള 26 രാജ്യങ്ങളിലേക്കുള്ള വിസയാണ് ഷെങ്കൻ വിസ വരുന്നത്. സോ ജർമ്മനിക്കൊക്കെ പോയി വിസിറ്റ് ചെയ്ത് വരാം. അപ്പോൾ ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി സ്റ്റേ ചെയ്ത് കമ്പനീസിൽ ട്രൈ ചെയ്യാം. അതിന്റെ അവിടെ നിന്ന് വർക്ക് വിസ കിട്ടാനുള്ള ഓപ്ഷൻ. പക്ഷെ ഇതിന്റെ പോസിബിലിറ്റി എനിക്ക് തോന്നുന്നു അത്രത്തോളം നമ്മൾ പറയുന്ന പോലെ അത്രയൊന്നും ഉണ്ടാവില്ല. പോസിബിലിറ്റി കുറവായിരിക്കും. അല്ലെങ്കിൽ ലാംഗ്വേജ് ഈ പറഞ്ഞ പോലെ അവിടുന്ന് നാട്ടിൽ നിന്ന് ഒരാൾ വിദേശത്തേക്ക് വരാൻ യൂറോപ്പിലേക്ക് വരാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ലാംഗ്വേജിനെ കുറിച്ച് തീർച്ചയായും ചിന്തിച്ചിരിക്കുക. ഇതിന്റെ പോസിറ്റീവ് സൈഡ് പറഞ്ഞ ഇതാണ്, ഈ പറഞ്ഞതുപോലെ നമ്മുടെ വളരെ ലെസ് എക്സ്പെൻസീവ് സ്പെൻഡ് ചെയ്ത് യൂറോപ്പിലേക്ക് ഒരു എക്സ്പോഷർ കിട്ടും. പ്ലസ് നല്ലൊരു ഹൈ സ്റ്റാൻഡേർഡ് കോഴ്സ് പറഞ്ഞാൽ പഠിക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പം കാനഡയിൽ UK നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് മലയാളീസിന് വേണ്ടി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പം അത് ബേസിക്കലി അവർക്കൊരു ബിസിനസ് തന്നെയാണ്. അപ്പം അവരുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും UK ലോകത്തിൽ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ടെങ്കിലും അറ്റ് ദ സെയിം ടൈം ഒരു ലോ സ്റ്റാൻഡേർഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷെ ഇവിടെ വരുന്നത് 90% നമ്മുടെ ഗവൺമെന്റ് ഓൺഡ് യൂണിവേഴ്സിറ്റീസ് ആണ്, ഗവൺമെന്റ് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ IIMs ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആ സെയിം സ്റ്റാൻഡേർഡ് ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന മെറ്റീരിയൽസ് കേംബ്രിഡ്ജിന്റെ അങ്ങനെയുള്ള ഹൈ യൂണിവേഴ്സിറ്റീസിന്റെ മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഒരു രീതി പറയുകയാണെങ്കിൽ അത് ശരിക്കും ഒരു ദൈവാനുഗ്രഹം തന്നെയാണ് നമ്മുടെ ഒരു ലെവലിൽ നിന്ന് ഇങ്ങനെ വന്ന് പഠിക്കാന്നുള്ളത്. സോ അത്യാവശ്യം എനിക്ക് 70% മാർക്കാണ് ഡിഗ്രിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ അതിന് എബോവ് മാർക്കുള്ള ആൾക്കാർക്ക് യൂറോപ്പ് എക്സ്പീരിയൻസ് ചെയ്യണം, നല്ലൊരു എഡ്യൂക്കേഷൻ എടുക്കണം എന്നുള്ള ആലോചിക്കുന്നവർ 100% ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇറ്റലി. അല്ലെന്നുണ്ടെങ്കിൽ ലാറ്റ്വിയ എന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുന്നത് ഇറ്റലി തന്നെയാണ്. കാരണം ഇവിടെ കിട്ടുന്ന ഫണ്ടും നമുക്ക് എക്സ്പെൻസിന്റെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ പിന്നെ ഈ പറഞ്ഞ ജർമ്മനിയൊക്കെയുള്ള അടുത്ത നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. അല്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പം ഇവിടെ ഒന്ന് സെറ്റിൽ ആകണമെന്നൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലാംഗ്വേജ് പഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ഈ പറഞ്ഞ UK കാനഡയൊക്കെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് അതാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ഇവിടെ വരുന്നതിന് ഇപ്പം നമ്മൾ ബാക്കിയുള്ള കൺട്രീസ് നോക്കുവാണെങ്കിൽ IELTS എന്ന് പറയുന്നത് വലിയൊരു കടമ്പ തന്നെയാണ്. അപ്പം നമ്മൾ ഇറ്റലിയിലേക്ക് ഇംഗ്ലീഷ് ഒരു
ലാംഗ്വേജ് അല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് IELTS ക്ലിയർ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അത് ഡിപ്പെൻസ് അപ്പോൺ ദ യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ. അപ്പം ഇവരുടെ ബാച്ച് എന്ന് പറയുന്നത് 2017, ആ ബാച്ചിൽ IELTS ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഞാൻ 2018 വന്ന ബാച്ചിൽ IELTS ഉള്ളവർക്ക് ഇവർ അഡ്മിഷൻ കൊടുത്തിട്ടുള്ളൂ, അല്ലാത്തവരുടെ വിസ റിജക്ഷൻ ആണ് ഉണ്ടായത്. അതേസമയം ഈ വർഷം വന്ന പിള്ളേർ IELTS ഇല്ലാത്തവരും വന്നിട്ടുണ്ട്. ഒരു പക്ഷേ കൊറോണയൊക്കെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അത് യൂണിവേഴ്സിറ്റി ഡിപ്പെൻസ് ആണ്. ചില യൂണിവേഴ്സിറ്റിയിൽ IELTS ഇല്ലാതെ എടുക്കും, കാരണം നമ്മുടെ ബാച്ചിലേഴ്സ് ഓൾറെഡി ഇംഗ്ലീഷിലാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ്, അത് ഡിപ്പെൻസ് അപ്പോൺ ദ യൂണിവേഴ്സിറ്റി നമ്മൾ പറഞ്ഞു. IELTS പക്ഷേ ഒരു 5.5 ആ സ്കോർ പറയുന്നത്. എനിക്ക് തോന്നുന്നു സാധാരണ നമ്മളൊക്കെ അവിടെ എല്ലാവരും ഇംഗ്ലീഷ്, ഒരു ബേസിക് ഇംഗ്ലീഷ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് IELTS കിട്ടാവുന്നേ ഉള്ളൂ, ആ സ്കോർ വെച്ച് വരാവുന്നേ ഉള്ളൂ. കമ്പൽസറി ആയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. IELTS ഉണ്ടെങ്കിൽ അത് അഡ്വാൻറ്റേജ് ആണ്. 2 വർഷം IELTSന്റെ വാലിഡിറ്റി ഉണ്ടല്ലോ. ഇവിടെ വന്നിട്ടൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിൽ കൂടി, ഇംഗ്ലീഷ് കൺട്രീസിലോട്ടൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിൽ കൂടി അതൊരു അഡ്വാൻറ്റേജ് ആണ് ശരിക്കും. You can speak about your experience, Rashmi. Okay, well, I think I came in the month, I am the first batch compared to both of them. So I came in the month of 2017. I got to know about studying in Italy through an agency called Videsh Consultancy, and it was a long process. I think I started my process somewhere in the mid of April or maybe before that. And through the documentations which we have to do, I got to know that we have better schemes in Italy, which is nothing but scholarship, where most of the Indians can get if you have good number of credits and if you are really good at studies. And because of which Videsh also helped me in procuring all these documentations and getting a seat in Bergamo. When I first got to know I got University of Bergamo, I was not really convinced because I was not really aware of this particular university. But once I decided that I'll take up this opportunity, it took a long process for me to get visa because of the Indian consulate of Italy, and there was some duration of 2 months before which we had to apply for visa, but I was little late because I had not got my degree certificate. And after that when I came to Bergamo, the first thing that we had to do is go to international office where they'll help in every single documentation and process. After which my present university was a little outskirt of Bergamo, that is known as Dalmini. That place is known as Dalmini, and I'm procuring management engineering. So most of the engineering students from anywhere could be selected for management engineering course in this particular university. And it was little tough time for me in the first year because you have an option to get university accommodation in your scholarship, but my agency didn't apply for that, and I lost residenza, because of which I had to pay huge amount of money in my first year, where it was around 280 euros per month. But after that, in the second year, I did my own documentations and I got university residenza, that is nothing but Dalmini, and I was just 10 minutes walk away from the university. We also have an option called we can have free food in the afternoon or in the night. It can be claimed once in a time. That is in Mensa, which is completely free for students of UniBG. And it was a very good experience. I got to know different culture and different types of people, lifestyle. One best thing about studying in UniBG or maybe in abroad, because what it is in India we just have theoretical knowledge, that is give 100% only for writing exams. But what innovative I learned in Italy is that we have an exam only for 30 marks, whereas we have a presentation that is given for 30 marks and an oral that is for 30 marks. So through this it is completely application oriented study, and you have more of practical knowledge than theoretical knowledge. And it also helps us to in company exposures, which I have not seen much in Indian education system. So, and apart from that, I would like to say that
people whoever is planning to study abroad, you'll have better opportunities, good exposure. Moreover, compared to everything, you will have much of industrial knowledge, I can say. Industrial knowledge, then theoretical knowledge, which is definitely going to help you to grow in your upcoming life. And what about your visa? My visa, it was a student visa that I had applied. So I had to apply 2 months before, like I had already said, but it got delayed because of degree certificate, and I had applied in the month of September, which was around September 2nd or something, and it was completely delayed because there were too many rejections of student visa during those days. And since I had already booked my flight ticket, I directly flew to Mumbai to get to Italian consulate to get my visa, which took almost around 30 days, and I got my visa really late, and it was like many students were getting rejected during those times because of number of increase of students, foreign students or what. Visa was little difficult in my case. So this is what I wanted to say about visa. But I think the fee of visa for student visa is somewhere around 7,000 during my time. Now I've heard it's little increased or something. ഓക്കെ താങ്ക് യു രശ്മി, താങ്ക് യു സോ മച്ച്. ജോബിഷ്, ജോബിഷിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുമോ? ഞാനിവിടെ MBA ആണ് പഠിക്കുന്നത്, മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പ്രൊഫഷണൽ ആൻഡ് മാനേജറിയൽ അക്കൗണ്ടിങ്. അതാണ് എൻ്റെ കോഴ്സ്. എനിക്കിവിടെ നല്ലൊരു അനുഭവമാണ് ഈ കോഴ്സിൽ നിന്ന് തന്നെ ഉണ്ടായത്. കാരണം നമ്മുടെ കേരളത്തിലെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് എന്ന് തന്നെ പറയാം. തിയറിറ്റിക്കലി ഉള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു മാറ്റം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വേൾഡിലോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. ഇവിടെ എല്ലാം നല്ല രീതിയിലാണ്. പ്രൊഫസർമാർ വരെയാണെങ്കിലും നമ്മളോടൊരു ഭയങ്കര കമ്പനിയാണ്. നമ്മളൊരു ഫ്രണ്ട്സ് ഒരു റിലേഷനാണ് അവരുമായിട്ടും തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ വന്നിട്ട് ഇത് 2 വർഷം കഴിയുന്നു. ഞാൻ 2018 ഇവിടെ വന്നത്. 18 സെപ്റ്റംബറിലാണ് എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ 2018 ഇവിടെ വന്ന് ഇറങ്ങുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ടുണ്ടായിരുന്ന പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, സ്കൈപ്പ് ഇൻ്റർവ്യൂ ആണ്, അത് നമ്മൾ ക്ലിയർ ആവണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എംബസിയുടെ ഇൻ്റർവ്യൂ ഉണ്ട്, അത് മുംബൈ വെച്ചിട്ടാണ്. അങ്ങനെ 2 ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമേ നമുക്കിവിടെ അഡ്മിഷൻ ഉറപ്പാവുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഏകദേശം ഇതിനൊരു വിസ പ്രോസസ്സിങ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞൊരു 6 മാസത്തോളം ഇതിൻ്റെ പ്രൊസീജിയറിന് സമയമെടുത്തു. ആദ്യത്തെ സ്കൈപ്പ് ഇൻ്റർവ്യൂ, അത് കഴിഞ്ഞ് അതിൻ്റെ ലിസ്റ്റ് വരുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ നടത്തുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ മുംബൈയിൽ എംബസിയിൽ ഇൻ്റർവ്യൂവിന് പോകുന്നു, അത് കഴിഞ്ഞിട്ട് വിസയ്ക്ക് ഒരു 1 മന്തോളം നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം പാസ്പോർട്ട് കൈ കിട്ടിയാൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ നമ്മുടെ വിസ അക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ എന്നുള്ളൊരു കാര്യം തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ സെപ്റ്റംബർ 2018 ഇവിടെ വരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ എനിക്കും ചില ഡോക്യുമെൻറ്റേഷൻ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഹോസ്റ്റലിൽ കിട്ടിയില്ല. അപ്പോൾ പുറത്ത് താമസിക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ ആദ്യം ഇവിടെ അങ്ങനെ ഹെൽപ്പിന് ആരും ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ക്യാമ്പസിലാണെങ്കിൽ ആൾക്കാരും കുറവാണ്. പിന്നെ എൻ്റെ ഇതുപോലെ തന്നെ രശ്മിയുടെ ക്ലാസ്മേറ്റായ ആൽബി, അങ്ങനെ അവർ 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇവരാണ് എൻ്റെ അക്കോമഡേഷനും കാര്യങ്ങളെല്ലാം റെഡിയാക്കി തന്നത്. അപ്പോൾ ഞാനും ആൽബിയുടെ ബ്രദറും ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒന്നിച്ചാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേറെ അക്കോമഡേഷൻ റെഡി ആവാത്തതുകൊണ്ട് ആദ്യം ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി. എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, അവിടെ ഞങ്ങൾ 2 ദിവസം താമസിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ യൂണിവേഴ്സിറ്റി വന്നു. യൂണിവേഴ്സിറ്റി വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു അക്കോമഡേഷൻ ഇല്ല. പിന്നെ ഞങ്ങൾ ഇവരുടെ അടുത്ത് ഹോസ്റ്റലിൽ പോയി ഒരാഴ്ചയോളം അവരെ ശല്യം ചെയ്തുകൊണ്ട് അവിടെ കിടന്നു. അത് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഒരു അക്കോമഡേഷൻ കിട്ടുന്നത്. അത് കഴിയുമ്പോൾ തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയിലോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊന്നും അറിയത്തില്ല. കാരണം ഒരു വലിയൊരു യൂണിവേഴ്സിറ്റി, ഏത് ക്ലാസ്സിൽ പോകണം, എങ്ങനെയാണ് പോയി ഇരിക്കേണ്ടത്, ഒന്നും അറിയത്തില്ലാത്ത ഒരവസ്ഥ. കാരണം ഇവരുടെ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഡാൽബിനി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, ഇവിടുന്ന് ദൂരമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് ഈ ബെർഗാമോയിലുള്ള യൂണിവേഴ്സിറ്റിയിൽ ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് അധികം ആരെയും പരിചയമില്ല. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സുകളിലൊക്കെ പോയി, പിന്നെ ഇറ്റാലിയൻ ഫ്രണ്ട്സുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞാണ് ഈ സബ്ജക്റ്റുകൾ എങ്ങനെ പഠിക്കണം, ഇവിടുത്തെ രീതി എങ്ങനെയാണ്. എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം നമ്മുടെ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം. കാരണം ഇവിടെ അറ്റൻഡൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കെല്ലാം ഓൺലൈനായിട്ടാണ് കാര്യങ്ങൾ. നമുക്ക് ഇപ്പോൾ തിങ്കളാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ച, ഓരോ ആഴ്ചത്തെ വീക്ക്ലി ഷെഡ്യൂൾ നമുക്ക് ഫോണിൽ അവൈലബിൾ ആണ്. നമ്മൾ നോക്കുക ഏത് ടൈമാണോ ക്ലാസ് നമ്പരും കൊടുത്തിട്ടുണ്ട്, പോയി ഇരിക്കുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അവിടെ നമ്മൾ വന്നിട്ടുണ്ടോ, ഇപ്പം ഒരാളെ വെച്ചാണെങ്കിലും പ്രൊഫസർ ക്ലാസ് എടുക്കും, നമ്മൾ ചെന്നാലും ഇല്ലേലും. അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് എനിക്കാണെങ്കിൽ നമ്മുടെ ഈ
പ്രസൻറ്റേഷൻസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്ന രീതി. വർക്ക്സ് ആണ്, നമ്മളെ കൊണ്ട് അവർ പ്രാക്ടിക്കലി നല്ല രീതിയിൽ പണി എടുപ്പിക്കും. പക്ഷെ അത് ശരിക്കും നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കാരണം നാട്ടിൽ നിന്നൊക്കെ പ്രസൻറ്റേഷൻ കേട്ട് കഴിഞ്ഞാൽ അന്നേരം തല ഇറങ്ങി വീഴുന്ന ഒരു സെറ്റപ്പുള്ള ആൾക്കാരായിരിക്കും കൂടുതലും. ഇവിടെ വന്നു കഴിയുമ്പോൾ ആദ്യം നമ്മളും എങ്ങനെ ടെൻഷനോട് ടെൻഷൻ, ഇതെങ്ങനെ ചെയ്യും, ഇതെങ്ങനെ പറയണം. പക്ഷെ നമുക്കൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് എന്തും ആ ടോപ്പിക്കായിട്ടുള്ള എല്ലാവരുമായിട്ട് അവർ അവിടെ പോയി നിന്ന് പറയാം. അവരതിൻ്റെ പേര് മാർക്ക് കുറയ്ക്കുക ഒന്നും ചെയ്യത്തില്ല. ശരിക്കും നമ്മുടെ ആ ഒരു ബോൾഡ് ആവും ശരിക്കും. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രസൻറ്റേഷൻ ഇങ്ങനെ ഒത്തിരി പേരുടെ ഇടയ്ക്ക് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. പ്രൊഫസർ അവിടെ ഇരിക്കുക, നമുക്ക് പറയാം. അപ്പം നമ്മൾ പറയുന്നിടത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഒരിക്കലും കളിയാക്കത്തോ ഒന്നും ചെയ്യത്തില്ല. ഇതെല്ലാം ഇംഗ്ലീഷിലല്ല, ഇറ്റാലിയൻ ലാംഗ്വേജിലല്ല. അല്ലല്ല, നമ്മുടെ കോഴ്സ് എൻറ്റയർലി ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലും ഉണ്ട്, ഇറ്റാലിയനിലും ഉണ്ട്. എനിക്കൊന്ന് ഇംഗ്ലീഷ് തുടങ്ങിയിട്ട് കുറച്ച് 3-4 വർഷമായതുള്ളെന്ന് തോന്നുന്നു ഇംഗ്ലീഷ് കോഴ്സുകൾ തുടങ്ങിയിട്ട്. ബാച്ചിലേഴ്സ് കോഴ്സുകൾ അങ്ങനെ അധികം കാണാറില്ല, എന്നാലും ഉണ്ട്. പക്ഷേ മാസ്റ്റേഴ്സ് ഡിഗ്രീസ് ആണ് കൂടുതലും ഇംഗ്ലീഷിൽ ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ബെർഗാമോ യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ ബാച്ചിലേഴ്സ് ഇല്ല. But they are planning to start English course as well. I think in engineering department, from last year they've also started English course for bachelors. It's not still become so hyped only because there are no more number of students. Okay. But most of the professor here speaks English. Majorly all of them speak really good English, and whatever presentations, everything will be given in English itself. But when it comes to other universities, for example, University of Politecnico, and there is also called in Torino, they have English courses in bachelors as well, which is already running very well from last few years, because we had some classmates who have come from Torino who has done bachelors in English here itself. Okay, that's good. No, there is no ലാംഗ്വേജ് ഇഷ്യൂ. ലാംഗ്വേജ് ഇഷ്യൂ നമുക്ക് ലാംഗ്വേജ് ഇഷ്യൂ ഒന്നും അങ്ങനെ അധികം വരത്തില്ല. കാരണം ഇവർ നമ്മളെപ്പോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കും. കാരണം ഇവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റാലിയനാണ്. അപ്പോൾ അവരും അതിൽ നിന്നൊരു മാറ്റത്തിൽ ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളൊരു ചിന്തയോടെ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ഒരു ലെവൽ തന്നെയാണ് ഇവരും. അപ്പോൾ നമുക്ക് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് നമ്മളോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിയാണ്. കാരണം അവർ പറയുന്നത് തെറ്റിപ്പോകുന്നോർത്ത് അത് അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മനസ്സിൽ ആ ഒരു പേടിയുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളോ യാതൊന്നുമില്ല. പിന്നെ യൂണിവേഴ്സിറ്റി എൻ്റയർലി ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എവിടെ ചെന്ന് ആരോട് എന്ത് ചോദിച്ചാലും എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ രശ്മി ഓൾറെഡി പറഞ്ഞു, ഇന്റർനാഷണൽ ഓഫീസ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എന്താവശ്യമുണ്ടല്ലോ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പേപ്പർ വർക്ക്സിനാണെങ്കിൽ കൂടി ഇവിടെ വന്നിട്ടുള്ള എല്ലാം അവർ നല്ല രീതിയിൽ തന്നെ ഡീൽ ചെയ്ത് തരും. അതുപോലെ തന്നെ നമുക്ക് സ്കോളർഷിപ്പ് ഫെസിലിറ്റി, അത് ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യമാണ് ഈ സ്കോളർഷിപ്പ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു വർഷം അവർ ഇത്ര രൂപ ഇങ്ങോട്ട് തരുവാണ് ചെയ്യുന്നത് നമ്മളിവിടെ പഠിക്കുന്നത്. സാധാരണ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്താണ് പഠിക്കുന്നത്. ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ പൈസ നമ്മുടെ ഇവിടുത്തെ ചിലവിനും അതുപോലെ തന്നെ നമ്മൾ 1 രൂപ ആകെ നമുക്ക് എന്തോ രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ വരുന്നുള്ളൂ. അത് മാക്സിമം ഒരു 25,000 രൂപ മാക്സിമം വരുന്നു ഒരു വർഷം, അത്രേ ഉള്ളൂ. ബാക്കി നമ്മുടെ ഇവിടുത്തെ ചിലവുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ വേറെ പൈസ കൊടുക്കേണ്ടതായിട്ട് ഒരാവശ്യമില്ല. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്ന ഒരു ഇതാണത്. ഒരു സ്കോളർഷിപ്പാണ്, അതാണ് നമുക്ക് കിട്ടുന്നത്. ഒരു നേരത്തെ ഫുഡ് ഫ്രീ ഉണ്ട്. അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജ്. നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് അങ്ങോട്ട് പൈസ കൊടുത്തല്ല പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫണ്ട് നമ്മുടെ കൈ കിട്ടണമെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യണം. പലരും കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് പഠിക്കാതെ ഇരിക്കാം, നമുക്ക് ചാടാനുള്ള ഒരു വഴിയായിട്ട് ശ്രമിക്കും. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്കോളർഷിപ്പിനെ അത് അഫക്റ്റ് ചെയ്യും. നമുക്ക് ഫണ്ട് കിട്ടത്തില്ലാതെ വരും. നമ്മൾ ഇവിടുത്തെ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. സ്കോളർഷിപ്പ് നമുക്ക് അച്ചീവ് ചെയ്യാൻ, നമുക്ക് ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ക്രെഡിറ്റ് അച്ചീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സബ്ജക്റ്റുകൾ പാസ്സാകുക എന്നുള്ളതാണ് അതിനകത്ത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ 2 വർഷം കൊണ്ട് അപ്പോൾ ആദ്യത്തെ വർഷത്തിൽ അവരൊരു സർട്ടൈൻ ക്രെഡിറ്റ് ഡിസൈഡ് ചെയ്യും. ആ ക്രെഡിറ്റ് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ ആ ഒരു സ്കോളർഷിപ്പ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകത്തുള്ളൂ. പിന്നെ ഇവിടുത്തെ ബാങ്കിലൊക്കെ അക്കൗണ്ട് എടുക്കാനാണെങ്കിൽ എല്ലാ കാര്യത്തിലും യൂണിവേഴ്സിറ്റി ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രാക്ടിക്കൽ നോളജ്, അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. നമ്മുടെ കരിയറിന് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യമാണ്. കാരണം ഒരു പ്രസൻറ്റേഷൻ എങ്ങനെ ചെയ്യാം, നമ്മളൊരു പ്രൊഫഷണലായിട്ട് എങ്ങനെ വളരാം എന്നുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പക്കയായിട്ട് പഠിക്കും. കാരണം ആരും നമ്മളെ ഒന്നിനും നിർബന്ധിക്കാനില്ല. ഇന്ന് ക്ലാസ് ഉണ്ട്, നാളെ ക്ലാസ് ഉണ്ടെന്ന് പറയാനില്ല, എണീറ്റ് പോകണമെന്ന് പറയാനില്ല. എല്ലാം നമ്മുടെ ഇഷ്ടമാണ്. എപ്പോൾ പോകണം, എപ്പോൾ വരണം, എപ്പോൾ ഇറങ്ങിപ്പോകണം. നമ്മൾ ക്ലാസ്സിലിരുന്ന് നമ്മുടെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാം, ഫോണിൽ പാട്ട് കേൾക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ പ്രൊഫസർമാർ നമ്മൾ എന്ത് ചെയ്യണമെന്നൊന്നും നോക്കില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ കോർപ്പറേറ്റീവ് ആയിട്ട് നമുക്ക് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ആകെപ്പാടെയുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്ലാസ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നവരുണ്ട്, ക്ലാസ്സിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. അതിനൊന്നും ഇവിടെ പ്രശ്നമില്ല. എല്ലാം ഭയങ്കര കൂളായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ എൻ്റയർലി നമുക്കൊരു നല്ലൊരു
എക്സ്പീരിയൻസ് ആണ് ഇതെന്താന്ന് പറഞ്ഞാൽ. പിന്നെ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഒത്തിരി കിട്ടും, പല ടൈപ്സിലുള്ള ഫ്രണ്ട്സിനെ കിട്ടും. എനിക്കൊരു ഫ്രണ്ട് സർക്കിൾ തന്നെ ശരിക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അവരുടെ കൂടെ ക്രിസ്മസ് സെലിബ്രേഷന് പുറത്തു പോയി ആഘോഷിക്കാനും അവരുടെ ആഘോഷങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടി. അപ്പോൾ നമ്മൾ കൂടുതൽ മലയാളീസിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ അവരെ ഇറ്റാലിയൻസ് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ അവരിൽ നിന്ന് പഠിക്കാൻ പറ്റും. അവരുടെ ഒരു കൾച്ചറിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റും. അവർക്ക് നമ്മുടെ കൾച്ചറിനെ പറ്റി അറിയാനും ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അവർ നമ്മളെ ഭയങ്കര ടോക്കറ്റീവ് ആകും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അഡ്വാൻറ്റേജ് ലഭിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പം പക്ഷേ കാശ് മുടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു MBA എടുക്കുക അല്ലെങ്കിൽ മാനേജ്മെന്റ് എഞ്ചിനീയർ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ബൈ.